ഈ ചോദ്യത്തിന്റെ തന്നെ ഒരു തകരാറ്, നിങ്ങളുടെ അല്ല, കോൺഗ്രസിന്റെ ചോദ്യത്തിന്റെ തകരാറ്. കേരളത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ ഹൃദയശൂന്യമായ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് അത് പിടിക്കപ്പെട്ട്, കയ്യോടെ പിടിക്കപ്പെട്ട് അപമാനിതരായി നിൽക്കുന്ന സമയത്ത് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യത്തിന്റെ മറുപടി മറ്റൊരു ചോദ്യമല്ല. കേരളം മുഴുവൻ ചോദിക്കുന്നു, വയനാട്ടിൽ എത്ര തുക പിരിച്ചു, ഏത് അക്കൗണ്ടിലാണ് ആ പണം ഉള്ളത്? ചോദിക്കാൻ കാരണം എന്താണ്? പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനല്ല. വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ട് വീട് നിർമ്മിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് വാസയോഗ്യമല്ലെന്ന് പരാതിയുള്ള ഒരു സ്ഥലം, അത് 3 ഏക്കർ എന്നോ കേട്ടത്. 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല അത് കേട്ടിട്ട്? 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം, അതൊരു ലോകാത്ഭുതമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഒരു കല്ലിടൽ മാമാങ്കം നടത്തുന്നു, ഒരൊറ്റ വീട് അവിടെ നിർമ്മിക്കാൻ പോകുന്നില്ല. ഈ ഘട്ടത്തിലാണ് ആ ചോദ്യം ഉയരുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയണം. അതിന് പകരം നിങ്ങളുടെ കണക്ക് എവിടെ എന്ന് ചോദിക്കുകയാണ്. അതിന് ഞാൻ മറുപടി പറയാം. പക്ഷെ ഈ ചോദ്യത്തിന്റെ മറുപടി ആ ചോദ്യമാണോ? രക്തസാക്ഷി ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സംസ്കാരമല്ല CPIM-നുള്ളത്. കേരളത്തിൽ കോൺഗ്രസ് ഇന്നോളം പിരിച്ചിട്ടുള്ള പണം മോഷ്ടിച്ച ചരിത്രമേ ഉള്ളൂ. അത് കെ ദാമോദര മേനോൻ, ലീലാ ദാമോദര മേനോൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, CM സ്റ്റീഫൻ, ഒടുവിൽ കെ കരുണാകരൻ വരെ 4 വട്ടം പിരിച്ചില്ലേ കെ കരുണാകരന്റെ സ്മാരകം ഉണ്ടാക്കാൻ പൈസ? വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയോടെങ്കിലും നിങ്ങൾ ചോദിക്കണ്ടേ ആ കാശ് എവിടെ പോയി എന്ന്? പിരിച്ച പണം മുഴുവൻ മോഷ്ടിക്കുകയാണ് അവര്. ആ അനുഭവത്തിൽ നിന്നാണ് അവർ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പയ്യന്നൂരിലെ ധനരാജിന്റെ കുടുംബസഹായ ഫണ്ട് സംബന്ധിച്ചാണ് ചോദ്യമെങ്കിൽ, രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നും ഒരണ വകമാറുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യില്ല. ആ ഫണ്ട് പിരിക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക, വീട് നിർമ്മിച്ചു കൊടുക്കുക, കുടുംബാംഗങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരെ സംരക്ഷിക്കാൻ ചെലവഴിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുക, ആ കേസ് കുറ്റമറ്റ രൂപത്തിൽ നടത്തുക, അതുമായി ബന്ധപ്പെട്ട മറ്റു സംഭവങ്ങളിലെ കേസുകൾ, ആ കേസ് നടത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മുൻപിലുള്ളത്. ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, ധനരാജന്റെ കുടുംബം അവിടെയുണ്ട് പയ്യന്നൂര്. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, അവരോടൊന്ന് ചോദിക്കണം. അവർ പറയും ഈ രക്തസാക്ഷി ഫണ്ട് സമാഹരിച്ചതിന്റെ ഭാഗമായി പാർട്ടി എങ്ങനെ അത് ചെലവഴിച്ചു, അവരോട് നീതി പുലർത്തിയോ, എന്താണ് അവരുടെ അഭിപ്രായം? കോൺഗ്രസിന്റെ ജൽപ്പനങ്ങളെ ചവിട്ടിയരച്ചു കളയുന്ന പുല്ലുപോലെ ആ കുടുംബം അവഗണിക്കും. ഒരൊറ്റ ഉറുപ്പിക വകമാറില്ല. ഇപ്പോ അർത്ഥരഹിതമായ ബഹളം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ഥാനമോഹിയായിട്ടുള്ള ഒരാൾ പാർട്ടിക്ക് പുറത്തു വന്ന് കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിക്കുമ്പോ അയാൾ പറയുന്ന കളവല്ലേ, പച്ച കള്ളമല്ലേ പറയുന്നത്? ഇന്നലെ ഒരു ബാങ്ക് അക്കൗണ്ട് പുറത്തു വിട്ടു. ആ ബാങ്ക് അക്കൗണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന അക്കൗണ്ടാണ്. എന്നിട്ട് പറയുകയാണ് വ്യക്തിപരമായ അക്കൗണ്ടാണെന്ന്. ഇങ്ങനെ പറയുന്ന കളവുകൾ അല്പായുസുകളായി അപഹാസ്യമായി പോകും. കേരളത്തിൽ എവിടെയായിരുന്നാലും CPIM ഏതാവശ്യത്തിന് വേണ്ടി പണം പിരിച്ചുവോ ആ ആവശ്യത്തിനല്ലാതെ അണാപ്പൈ വകമാറ്റുന്ന പ്രശ്നമേയില്ല. കോൺഗ്രസ് ആയിട്ട് ഞങ്ങളെ താരതമ്യപ്പെടുത്തണ്ട. അതാണ് അവർക്കുള്ള മറുപടി. ചോദിച്ച ചോദ്യത്തിന് അവർ മറുപടി പറയട്ടെ. പറഞ്ഞാൽ പോരെ? ആദ്യം പറഞ്ഞല്ലോ, എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേര് സംയുക്ത അക്കൗണ്ട് പറഞ്ഞില്ലേ? ആ പ്രസ്താവനയിൽ ഇപ്പോ ഉറച്ചു നിൽക്കുവോ? ആ അക്കൗണ്ടിൽ ഉണ്ടോ? ആ അക്കൗണ്ട് ഏത് ബാങ്കിലാണ്? എന്തിന് ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടി, ഞങ്ങൾ 230 വീട് നിർമ്മിക്കാൻ പോകുന്നു? പറഞ്ഞാ പോരെ?